ആ സിനിമയിലെ വയലൻസ് കാരണമാണ് ആളുകളെല്ലാം വയലൻസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ ഗാന്ധി സിനിമ കാണിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹം രക്ഷപ്പെടും. ദിവസവും റിച്ചാർഡ് അറ്റൻബറോ, ഹലോ നമസ്തേ, എനിക്ക് എന്ന് പറയാനുള്ളത് ശാന്തി ശാന്തി ശാന്തി, ആളുകൾ എടുക്കും. നമ്മളൊരു ശരിക്കും രണ്ട് രീതിയിലുള്ള ആർട്ട് ഉണ്ട്. ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഫോർ ലൈഫ് സേക്ക്. ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിനുള്ള സന്ദേശങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത വിശ്വാസം. മറ്റൊന്നത് കലാകാരന് അവൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അവൻ അവന്റെ സൗന്ദര്യ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. അവന് ഈ ഡൂസ് ആൻഡ് ഡോൺസ് പറയലല്ല. ലെറ്റ് ദ പ്രീച്ചേഴ്സ് ഗോ ടു ദ പുൾപിറ്റ്സ് ആൻഡ് ലെറ്റ് ദ ടീച്ചേഴ്സ് ഗോ ടു ദ സ്കൂൾസ്, ലെറ്റ് ദ ആർട്ടിസ്റ്റ് ബി ഫ്രീ എന്നുള്ളതാണ് ആർട്ട് ഫോർ ആർട്ട് സേക്കിന്റെ ബേസിക്. ഇപ്പൊ ഓരോരുത്തർ പറയാറുണ്ട്, ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ, ഈ ഒഥല്ലോ കണ്ട് സയൻസ് എങ്ങനെയാണ് നിങ്ങളെ മോശക്കാരനാക്കുന്നത്? ഞാൻ തിയറി പറഞ്ഞു, ബി സയന്റിഫിക് ആൻഡ് എ ഹ്യൂമൻ ബീങ്. സയൻസ് മോശക്കാരനാക്കുന്നത് എന്ന് പറയുന്നത് ഒഥല്ലോ കണ്ടിട്ട് നിങ്ങളെല്ലാം സൈക്കോപാത്തുകളായി പോയി എന്ന് പറയുന്നേ ഉള്ളൂ. സ്വന്തം ഭാര്യയെ കഴിച്ചു ഞെരിച്ച് കൊല്ലുന്ന ഒരു മനുഷ്യൻ എന്റെ കഥ കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങനെ ആയിപ്പോയി, വീട്ടിൽ വന്നത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെ കുറെ പേര് കാണിക്കുന്നവരുണ്ടാകാം, ഒരു വളരെ ചുരുക്കമാകാം. പക്ഷെ പൊതുവിൽ നമുക്കതൊരു ആരോപണമായിട്ട് എടുക്കാൻ കഴിയില്ല. കാര്യം ഒരു ഡേറ്റ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻ യു സേ ദാറ്റ് ആഫ്റ്റർ വാച്ചിങ് ഹാംലെറ്റ് യു ബിക്കം ഒബ്നോഷ്യസ്ലി ഫിലോസഫിക്കൽ? ഓ, ഹാംലെറ്റ് കണ്ടതിന് ശേഷം ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, എന്താ എന്നൊരു ആകെ ഒരു സുഖമല്ലോ, ഇന്നലെ ഹാംലെറ്റ് ഉണ്ട്, to be or not be, whether it is nobler in the mind to suffer the slings arrows of an outrageous fortune or take arms against a sea of troubles എന്നൊക്കെ പറഞ്ഞ് നടക്കണം. എന്താ നിനക്ക് പറ്റിയത് ഒന്നും പറയണല്ലേ, ഇന്നലെ ഹാംലെറ്റോ എന്തോ ഓംലെറ്റോ പോയി കണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ആളുകൾ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ വയലൻസിനെ? അതല്ലെങ്കിൽ ഡിസ്നിയുടെ സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാം ചൈൽഡിഷ് ആയി പോകാറുണ്ടോ? അല്ലെങ്കിൽ കാർട്ടൂൺ സിനിമകൾ കണ്ടിട്ട് നിങ്ങളെല്ലാം സില്ലി ആയി പോകാറുണ്ടോ? It doesn't happen so. ഒരു നടൻ പറഞ്ഞു, ഞാൻ ഇനി സിനിമയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകളെ അപമതിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗോ കഥയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബിക്കം എ ചേഞ്ച്ഡ് മാൻ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, ചില പറയത്തില്ലയോ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നത് പുതിയൊരു ട്രെൻഡാണ്. നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് പോട്ടെ. പുള്ളി പറഞ്ഞത് എന്ത് ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ ഭയങ്കര സപ്പോർട്ടറാണ് ഇതിൻ്റെയൊക്കെ, ഞാൻ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പടം നയിക്കാൻ തീരുമാനിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ഇമോഷണൽ റിയാക്ഷൻ വിത്ത് സെൽഫ് ഗ്ലോറിഫിക്കേഷനാണ്. കാരണം ഈ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സ്ത്രീ വിരുദ്ധത വളരെ ശക്തമായിട്ട് നടമാടുന്നുണ്ട്. ഇതൊരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. സ്ത്രീകളെ ഇപ്പോഴും തുല്യ പദവിയുള്ള പൗരൻ അല്ലെങ്കിൽ പൗരകളായിട്ട് അംഗീകരിക്കാൻ വൈമനസ്യമുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ അവർക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കലാരൂപങ്ങളിൽ നിന്ന് തമസ്കരിച്ചു എന്നാൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇവിടെ മറിച്ച് ആ പ്രശ്നങ്ങൾ നിങ്ങൾ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് തിരിച്ചറിയുക, അതിനകത്ത് വിഡ്ഢിത്തരവും അതിനകത്ത് ക്രൂരതയും മനുഷ്യത്വഹീനതയും തിരിച്ചറിയാൻ സമൂഹത്തിന് ഒരു അവസരം കൊടുക്കുക. ഇവർ പറയുന്ന ആർട്ട് ഫോർ ലൈഫ് സേക്ക് ആണല്ലോ, ജീവിതത്തിന് വേണ്ട സന്ദേശം. ജീവിതത്തിന് വേണ്ട സന്ദേശം വേണമെങ്കിൽ ഈ സാധനം അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനൊരു ആന്റിഡോട്ട്, അതിന്റെ സൊല്യൂഷൻ അവിടെ തന്നെ, ഒരു മറുസീൻ അല്ലെങ്കിൽ ഒരു മറു ഡയലോഗ് അല്ലെ കഥയിൽ തന്നെ അതിനെ പരാജയപ്പെടുത്തുക. അല്ലാതെ ഈ വയലൻസും സ്ത്രീവിരുദ്ധതയും ഇതിൽ നിന്ന് മാറ്റിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിയിലെ മുഴുവൻ അഴുക്കും കൂടെ അടിച്ച് കാർപ്പറ്റിൻ്റെ അകത്ത് കയറ്റിയിട്ട് പറയണം, ഓ മുറി വളരെ വ്യക്തമാണ്, ഒരു അഴുക്കില്ല. അഴുക്കുണ്ട്, ഇതൊക്കെ അല്പബുദ്ധിത്തരമാണ്. ഇങ്ങനെയല്ല. കാരണം ഇവർ കരുതുന്ന പറഞ്ഞോ, സിനിമയിൽ നിന്ന് സ്ത്രീവിരുദ്ധതയും സ്ത്രീവിരുദ്ധ രംഗങ്ങളും നീക്കം ചെയ്യുമ്പോൾ ഈ സമൂഹം മുഴുവൻ നന്നാവും. ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതിയാണ്. ഇതെല്ലാം ഒരു മതാത്മകമായിട്ടുള്ള ഇതിന് ലൈക്ക് അടിക്കുന്നു, ഇയാൾ വലിയ മഹാനോ, ഇയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുദ്രാവാക്യം പറഞ്ഞു. ഇതെല്ലാം മുദ്രാവാക്യം വിളികളാണ്. ഞാൻ ഇന്നാരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലതാകും എന്നുള്ളൊരു ധാരണ. മുദ്രാവാക്യം ആർക്കും നിർമ്മിക്കാൻ കഴിയും, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ മോറലാണല്ലോ, മനുഷ്യൻ മോറലാണ്. എല്ലാ ജീവികൾക്കും മൊറാലിറ്റി ഉണ്ട്, മനുഷ്യനും മൊറാലിറ്റി ഉണ്ട്. യു നീഡ് ടു ബി സയന്റിഫിക് ആൻഡ് യു നീഡ് ടു ബി എ ഹ്യൂമൻ ബീയിങ്. ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ലിവ് ഇൻ ദിസ് വേൾഡ്. സയന്റിഫിക് ആവുക, ഒരു മനുഷ്യനാകുമ്പോൾ എല്ലാ മൊറാലിറ്റിയും വന്നു കഴിഞ്ഞു. കരുണയൊന്നും കുത്തിവെക്കുന്ന സാധനമല്ല, കരുണയൊക്കെ ഇതിനകത്തുള്ള ദയയും കരുണയും ആർദ്രതയും പ്രണയവും സെക്സും എല്ലാം ഇവിടെ ഉള്ളതാണ്. നിങ്ങളൊരു മനുഷ്യനാവുക. നിങ്ങൾ മനുഷ്യനാണല്ലോ, ഇനി സയൻസ് പിടിക്കുക കറക്റ്റായി. ഇതാണ് എൻ്റെ തിയറി.